പെട്ടെന്ന് ഓടി വന്ന് നിൽക്കുമ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് രക്ഷിക്കൂ എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണം പറഞ്ഞു അവിടെ ഇല്ലേ ഈ സൈഡിലുള്ള റോഡിൽ നിന്ന് ഓടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടി കുറേ സമയം കരഞ്ഞ് രക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞാകുമ്പോൾ ഞാനും സുധാരേട്ടനാണ് ഉണ്ടായി, പിന്നെ എൻ്റെ വൈഫും ഉണ്ടായി. അപ്പോൾ കുട്ടീനോട് കൂടുതൽ ചോദിക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഇതാക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായി. അത് കൈ നീട്ടി കുട്ടി അതിൽ ഓടിപ്പോയി. പിന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, ഈ എന്താണ് സംഭവം, ഇതേതാ കുട്ടി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ പുറത്തുനിന്നുള്ള കുട്ടിയാന്ന് മനസ്സിലായി, ഈ പ്രദേശത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വന്നു. എന്നാൽ ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഒരു ചെറിയ പോക്സോ കേസിലുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഡൗട്ട് വരാനുള്ള ഒരിത് വന്നു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മൊത്തത്തിലൊന്ന് എൻക്വയറി എടുത്തകളാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നു. പയ്യന്നൂർ രാമന്തളിയിൽ കൊച്ചുമകളെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പോക്സോ കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ വീണ്ടും പോക്സോ കേസിൽ പിടിയിൽ. നാടക നടനും ഓട്ടോ ഡ്രൈവറുമായ രാമന്തളി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നിന്ന് സ്കൂൾ വിട്ടു വരികയായിരുന്ന കുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കുട്ടിയുടെ മൊഴി. പീഡനശ്രമത്തിനിടെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതായും സമീപത്തെ വീട്ടുകാർ കുഞ്ഞിനെ മറ്റൊരു ഓട്ടോയിൽ കയറ്റി വീട്ടിൽ വിട്ടതുമായാണ് വിവരം. വിവരമറിഞ്ഞെത്തിയ വീട്ടുകാരും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ശേഖരിച്ച CCTV തെളിവുകളടക്കം പോലീസിൽ ഏൽപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ സംബന്ധിച്ച് നേരത്തെ ഒരു ആരോപണമുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും നാട്ടുകാരനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് വേറെ മറ്റു തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നേരത്തെ ഇല്ല കാര്യം ഒരു യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും 2 കുട്ടികളുടെയും ഈ മരണത്തെ സംബന്ധിച്ച് അടക്കം സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യം. പല സംശയങ്ങളും ആളുകൾ ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഒരു അഭിപ്രായ പ്രകടനമൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം ഈ ഒരു വിഷയം കൂടി വരുമ്പം നാട്ടുകാർ എന്ന രീതിയിലേക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു അനുഭവം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ പോലീസ് ഇത് പരിശോധിക്കണം. എല്ലാ ശാസ്ത്രീയമായ പരിശോധനയും നടത്തി ഈ നേരത്തെ നടന്നിട്ടുള്ള ഈ 4 മരണത്തിൻ്റെയും കാരണം കുറച്ച് വ്യക്തമായി അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിന് പരമാവധി ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ പോലീസും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാമന്തളിയിലെ വീട്ടിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. 2025 ഡിസംബർ 22-ന് 2 കൊച്ചുമക്കളെയും വിഷം നൽകി പ്രതിയുടെ മകനും ഭാര്യയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട 2 കുട്ടികളിൽ ഒരാളെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ആളാണ് വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.